ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ പുഷ് ചെയ്യുന്ന പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീക്കിലും പ്ലെയർ ഓഫ് ദി വീക്കിൽ ഏതെങ്കിലും കാർഡുകൾ എ ഫോമിലോട്ട് വരുമല്ലോ. ഓരോ പ്ലേയേഴ്സും എ ഫോമിലോട്ട് വരുമ്പോഴത്തേക്ക് ആ കാർഡുകൾ നമ്മുടെ കാണുമല്ലോ. കറക്കിയെടുത്ത കാർഡുകളൊക്കെ എ ഫോമിലൊക്കെ വരുമ്പോൾ മിക്കവരും ശ്രദ്ധിക്കാതെ മാറ്റിയിടാറാണ് പതിവ്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ ഫോമിൽ വരുന്ന പ്ലേയേഴ്സിനെ നമ്മുടെ സ്കോഡിലിട്ട് കളിപ്പിച്ച് അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഇന്നൊരു 4 കാർഡുകൾ എടുത്തിട്ടുണ്ട്. ഒന്ന് ദാണ്ട് ഇവൻ, ഒന്ന് നമ്മുടെ യുവൻറ്റസിന്റെ കളിക്കാരനായ ഫ്രാൻസിസ്കോ, ഒന്ന് അത്, പിന്നെ ദാണ്ട് ഇവൻ മത്തീസ് ചൂണയും പിന്നെ പെഡ്രിയും, പിന്നെ അതുപോലെ തന്നെ ദാണ്ട് ഇവൻ ഗ്രിമാൾഡോയും, ലെഫ്റ്റ് ബാക്ക് ഗ്രിമാൾഡോയും പെഡ്രിയും, അതുപോലെ ഇവൻ. നമ്മൾ ഇവർ കളിപ്പിച്ചതിന് ശേഷം ഇവരെങ്ങനെയുണ്ട്, ഇവരെല്ലാവരും എ ഫോമിലാണ്. രണ്ട് മൂന്ന്, പിന്നെ ഇവനും എ ഫോമിലാണ് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ. ഇവർ ഇത്രയും നമുക്ക് ഇവരെങ്ങനെ എ ഫോമിലാകുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മളിപ്പം കളിച്ച് നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. എന്തായാലും നമുക്ക് മാച്ചിലോട്ട് കിടക്കാം. ഈ കാറ്റഗറി ഡിവിഷൻ 4 ആട്ടോ. ഞാൻ വേണം ഡിവിഷനൊക്കെ ഒന്ന് അപ്പ് ചെയ്യാനായിട്ട്. എന്തായാലും നമുക്ക് മാച്ചിലോട്ട് പോകാം. ഞാൻ ഇതുപോലെ തന്നെ, അതായത് എല്ലാ പ്രാവശ്യവും പ്ലെയർ ഓഫ് വീക്കിന്റെ കാർഡുകൾ എ ഫോമിലോട്ട് വരുമല്ലോ. ഒരുപാട് കാർഡുകളൊന്നും കറക്കി എടുക്കാത്തതുകൊണ്ട് ഈ എ ഫോമിൽ വരുന്ന പ്ലേയേഴ്സിനൊക്കെ ഞാനായിട്ട് എല്ലാ വീക്കിലും കളിപ്പിക്കാറുണ്ട്. അതായത് മിക്കവരും ഇപ്പം പ്ലേയേഴ്സിനെ കറക്കി എടുത്ത് പിന്നെ ചിലവർ ഇട്ട് കളിപ്പിക്കാത്തവരുണ്ട്. പക്ഷെ ഞാനങ്ങനല്ല, ഞാൻ മിക്ക വീക്കിലും എ ഫോമിലാവുന്ന പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്തതിനു ശേഷം അവർ മാത്രം ഇട്ട് കളിപ്പിച്ച് നോക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിനകത്തും ചെയ്യുന്നത്. അതായത് ഇപ്പം പെട്രിയൊക്കെ എ ഫോമാണ്, പെട്രീനെ ഇട്ട് കളിപ്പിച്ച് നോക്കും. അതാണ് പരിപാടി, മനസ്സിലായോ? ഓഹോ, പോണിന്റെ ടീം ഇച്ചിരി സീനാണല്ലോ. ബ്ലിറ്റ്സ്, മെസ്സി, സുവാരസ് സീനാട്ടോ. എൻ്റെ കയ്യിൽ ഞാൻ മുമ്പ് ഈ സുവാരസിനായിട്ട് കുറേ നല്ല കളിപ്പിച്ച ഇതും ഫിനിഷിങ്, അതായത് അടിപൊളി ഫിനിഷിങ്ങാണ് പുള്ളിക്കാരൻ. സണ്ണ്, മെസ്സി, 2 ബ്ലിറ്റ്സ് ഉണ്ടല്ലോ, 2 ബ്ലിറ്റ്സ് ഉണ്ട്. ഓ, അത്യാവശ്യം സെറ്റ് ടീമാണ് ഗൈസ്. കിടിലൻ ടീമാണ് ഒപ്പോണന്റ് വന്നേക്കുന്നത്. നമുക്ക് എന്തായാലും മാച്ചിലോട്ട് പോകാം. മാച്ച് എന്തായാലും വന്നിട്ടുണ്ട്. അത്യാവശ്യം മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കാം, പറ്റുന്ന പോലെ തന്നെ മാക്സിമം നല്ലപോലെ സ്കോർ ചെയ്യാനായിട്ട് നോക്കാം. പെട്ടെന്ന് കളി വിട്ട് കൊടുക്കാതെ എന്തായാലും നോക്കാം. എനിക്ക് ഈ ബ്ലിറ്റ്സ് ആണ്, ഒപ്പോണന്റ് വരുമ്പോഴത്തേക്ക് ബ്ലിറ്റ്സ് അത്യാവശ്യം വരുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനാണ്. കാരണം ബ്ലിറ്റ്സിന്റെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്കില്ലിനോട് വലിയ താല്പര്യം, മീൻസ് സ്വന്തമായിട്ട് ഇല്ലാത്തതുകൊണ്ടുള്ളൊരു ഇതാണ്. ലാഗാണല്ലോ ഗൈസ്. പിന്നെ സ്റ്റാം നല്ലപോലെ ക്ലിയർ, അതായത് ഈ ബാക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാം. അതായത് പുള്ളിയുടെ ഹൈറ്റും ഒക്കെ വെച്ചായിരിക്കാം പുള്ളിയുടെ കൂടെ ഈ എന്താ ഓപ്പോസിറ്റ് ടീം വരുന്ന പ്ലെയറല്ലേ, പുള്ളിയുടെ കൂടെ ഇച്ചിരി മുട്ടി നിൽക്കാൻ ഇച്ചിരി പാടുപെടുന്നുണ്ട്. പുള്ളിയുടെ ഹൈറ്റും ശരീരത്തിന്റെ ഒരു ഇതൊക്കെ വെച്ചായിരിക്കാം ഗോൾ അടിച്ചാൻ. ഗുഡ് പാസ്. ചെറുക്കൻ ചെറുക്കൻ ഫസ്റ്റ് തന്നെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ചെറുക്കനെ ഇറക്കി ചെറുക്കൻ ഒരു ഗോൾ വിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഷൂണ ഷൂണ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, മാഞ്ചസ്റ്ററിന്റെ കളിക്കാരൻ ഷൂണ. നമുക്ക് മത്യൂസ് എന്ന് പറയാം. എന്തായാലും മത്യൂസ് എന്ന് പറയുന്നത് ഓക്കെ. നെയ്മർ അടിച്ചു നോക്ക്. ഓ, പെലയുടെ കയ്യിൽ ബോൾ എന്തായാലും വന്നിട്ട്, കിട്ടിയില്ല കൈസ്. അത് പെഡ്രി ബോൾ എടുക്കടാ. പറേസി, ഓക്കെ. റൊണാൾഡോ, നെയ്മർ, ഫോർലാൻ, ബറേസി, അത് കൊള്ളാം. റൊണാൾഡോ, ബറേസി, പിർലോ, ഫോർലാൻ, ഊണ. അയ്യോ, ഞാൻ അങ്ങോട്ട് വെച്ച ബോളല്ലായിരുന്നത്. ഊണ. സീൻ ഗോൾ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കൊള്ളായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചില്ല പുള്ളിക്കാരൻ. ചൂണ അതേനൊക്കെ അടിച്ചിടുന്നു. ചെറുക്കൻ 2 ഗോൾ അടിച്ചു കേട്ടാ. ഓക്കെ, പെഡ്രി, പെലെ, ആ ഷേ ഓക്കെ. സ്റ്റാം സ്റ്റാം പെഡ്രി, പിർലോ, ചൂണ, ഓടിക്കേറി ചൂണ. ചൂണ 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 ചൂണ. ഓ,
ചെറുക്കൻ ഹാട്രിക്. എന്റെ പൊന്നെ, ചെറുക്കൻ ഹാട്രിക്, അത് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ട എത്രയായാലും കളിക്കുന്നുണ്ടല്ലേ അത്യാവശ്യം. ഇതുകൊണ്ടാണ് ഞാൻ ഈ പ്ലെയർ ഓഫ് വീക്കിലെ കാർഡുകൾ കുറെ എ ഫോം ഒരുപടുത്തേക്ക് ഇട്ട് കളിപ്പിച്ച് നോക്കുക. എന്നിട്ട് കൊള്ളാമോ കൊള്ളത്തില്ല എന്നുള്ള കാര്യം. ഫോർലാൻ ഓടി കയറിയില്ല. ചൂണ. ഓക്കെ, പിർലോ. പിർലോ ബോൾ എടുക്കോ? പിർലോ. നെയ്മർ. ചൂണ. പൗഡറൊക്കെ ഇട്ട് കൈയൊക്കെ സെറ്റ് ആക്കിയിട്ട് കളിക്കണം. അടുത്ത കളി കിട്ടാട്ടെ. ഓക്കെ, പെഡ്രി. അർണോൾഡ്. പെലെ. ഫോർലാൻ കിട്ടിയില്ലടാ. അത് ത്രൂ വെച്ചാൽ മതിയായിരുന്നല്ലേ ആ ബോള്. സ്റ്റാം വിടല്ലേ. അർണോൾഡ് കയറി, കൊള്ളാം. ഓക്കെ, 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 ഓക്കെ. ചൂണ ഓടിക്കേറ്. ഓടിക്കേറ്. ഓ, ഇല്ലടാ. അവനെ കൊണ്ടങ്ങ് ഓടിയാ മതിയായിരുന്നു. ചേടാ, നെയ്മാർഡോ കൊള്ളായിരുന്നത്. പെഡ്രി. നെയ്മാർ. വീണ്ടും നെയ്മാർ. ഫോർലാൻ. ഓ, ഓ, ഇല്ല, ത്രൂ വെച്ചാൽ മതിയായിരുന്നു. ചേടാ. ഓക്കെ, ഗ്രിമാൾഡോ. നല്ലൊരു സപ്പോർട്ടായിരുന്നല്ലേ അത്. ഞാൻ അത് മണ്ടത്തരം കാണിച്ചു സത്യം പറഞ്ഞു. ആ ചെറുക്കൻ ഹാട്രിക്കിൽ എന്തായാലും നമുക്ക് നല്ലൊരു ലീഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഇതൊന്നും നോക്കട്ടെ, അവൻ എത്ര കളി കളിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്. ഫിനിഷിങ് എത്രയുണ്ട്? അവന്റെ ഫിനിഷിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡീപ് ലൈൻ ഫോർവേഡ് കേട്ടോ. 88 ഫിനിഷിങ്ങേ ഉള്ളൂ, പക്ഷേ അത്യാവശ്യം നല്ലപോലെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ ഫിനിഷ് ചെയ്ത് തരുന്നുണ്ട്. ഇതിൽ നമുക്ക് കളി നോക്കാം, എങ്ങനെ പോകുന്നു നോക്കാം. സെക്കൻഡ് ഹാഫിൽ കയറി ഇനി അവൻ കയറി സ്കോർ ചെയ്യുമോ എന്ന് അറിയത്തില്ല. അവന്റെ 2 ബ്ലിറ്റ്സ് കിടപ്പുണ്ട് അപ്പുറം ഇപ്പുറം. അതൊക്കെയാണ്. അയ്യോ, അയ്യോ, ചേടാ, മണ്ടത്തരം കാണിച്ചടാ ഞാൻ. ഈ കൈയുടെ സീനാട്ടോ അത്. അയ്യോ, പെഡ്രി. പെഡ്രി വിടല്ലേ. ഓക്കെ, ഓക്കേടാ. പെഡ്രി അത് കൊള്ളാം. ഓക്കെ, പിർലോ. പിർലോ ഓട്. അയ്യോ, എടാ, വേണ്ടായിരുന്നു. സ്റ്റാം. ബറേസി. ബറേസി. ഓക്കെ, ഓക്കെ, കൊണ്ട് കയറി ഗ്രിമാൾഡോ. അയ്യോ, ഞാൻ കണ്ടില്ലടാ. കഫു പെട്ടെന്നായിരുന്നു അടുത്തോട്ട് ഓടിയെന്ന്. മെസ്സി, 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 മെസ്സി. ഓക്കെ, ഫൗൾ. ഛെ, കുഴപ്പമില്ല, കുഴപ്പമില്ല. സപ്പോർട്ടാണ് എപ്പോഴും വേണ്ടത്. അടുത്ത കളിയായിട്ട് പൗഡറൊക്കെ ഇട്ട് സെറ്റ് ആക്കാം. പൗഡറൊക്കെ ഇട്ട് നല്ല സ്മൂത്ത് ആയിട്ട്, അപ്പം കൈ നല്ല സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. ആ, പെട്ടെന്ന് പെട്ടെന്ന് ഒരു സാധനം വെക്കാൻ ശ്രമിക്കുന്നില്ല. സമയം എടുത്തൊക്കെയാണ്. തിരിഞ്ഞു പോവാ. ഷെടാ. 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 നല്ല സേവ് അല്ലേ. എടാ. ഓക്കെ, ചൂണ ത്രൂ വെച്ചോട്. പെട്രി. പെലെ. ഫോർലാൻ. ഷേ, കിട്ടിയില്ലടാ. ലെഫ്റ്റ് അടിച്ചോ? ലെഫ്റ്റ് അടിച്ചു കേട്ടോ ചെറുക്കൻ. എന്തായാലും ഫസ്റ്റ് കളി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവോൺ, അതൊക്കെ എന്തിനാ ലെഫ്റ്റ് അടിച്ച് വന്ന് കളിച്ച് തീർക്കൂടായിരുന്നു. എന്നാലും ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. എനിക്ക് അതിൽ നിന്ന് 2 പ്ലേയേഴ്സിനെ കിട്ടിയായിരുന്നു അതിൻ്റെ അകത്തുനിന്ന്. ഒരെണ്ണം രണ്ടും ഇതാ, അതായത് രണ്ടും ബേസ് പ്ലെയറാ. അതിൻ്റെ അകത്ത് 2 ഷോർട്ട് ടീം ഇല്ലേ, അവരായിരുന്നു ടാർജറ്റ്. പക്ഷേ അതിൽ നിന്ന് 2 പേരെയും കിട്ടിയില്ല. എന്തായാലും കളിപ്പിച്ചിട്ട് അവന്മാരെ ഒന്ന് കളിപ്പിച്ച് നോക്കണം. വേണ്ട, അതിൽ നിന്ന് മെസ്സിയുടെ ഒരു കാർഡ് കിടപ്പുണ്ട്. മെസ്സിയുടെ കാർഡൊന്ന് കളിപ്പിച്ച് നോക്കാം. മെസ്സിയുടെ കാർഡും കളിപ്പിച്ച് നോക്കണം. അതിൽ നിന്ന് ആ ഒരു ഷോർട്ട് ടൈം കിട്ടുമെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കളിപ്പിച്ച് നോക്കണം. അടുത്ത ഒപ്പോണന്റ് എന്തായാലും വന്നിട്ടുണ്ട്. ടാങ്കോ. ടാങ്കോ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. നോക്കട്ടെ. ചൂണ, ചൂണ, ചൂണ.
ബാർസലോണ കൊള്ളായിരുന്നു എൻ്റെ കഴിഞ്ഞ കളി. നല്ല എനിക്ക് എന്തായാലും 3 ഗോൾ ഇട്ടു. പെഡ്രിയും ഇവനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗ്രിമാൾഡോനെ കൊള്ളാം. അത്യാവശ്യം അത്യാവശ്യം നല്ലപോലെ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പോണന്റിന്റെ ഫോർലാൻഡ് കാർഡ് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ സമയത്ത് കത്തി നിന്ന കാർഡായിരുന്നു. മെസ്സി മെസ്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഞാൻ വേറെ വീഡിയോക്കകത്ത് പറയാതെ. വേറെ ആരുണ്ട്? നല്ല ടീമല്ലേ, അടിപൊളി ടീമാ, കളിച്ചു നോക്കാം. ഈ ടീമിനെക്കാട്ടും കുറച്ചുകൂടെ എനിക്ക് പേടി വന്നേ മറ്റേ ടീമാണ്. കാരണം മറ്റേ ടീമിൻ്റെ അകത്ത് സണ്ണ് കിടക്കുന്ന ഒരു സൈഡിൽ മെസ്സി കിടക്കുന്നു, അതും പോരാഞ്ഞിട്ട് ഫോർവേഡ് സുവാരസ് കിടക്കുന്നു. കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചവൻ നല്ല പണി തരുമെന്ന്. പക്ഷെ ഭാഗ്യത്തിന് ലെഫ്റ്റ് അടിച്ച് എന്തരായാലും കാര്യമായി. ഞാൻ പിന്നെ വലുതായിട്ട് വലിയ കളിയില്ലാത്തതുകൊണ്ട് പേടിച്ചേ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യാൻ, അവരൊക്കെ സ്കോഡ് കണ്ടില്ലായിരുന്നു. നോക്കട്ടെ, ഇനി കളി സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ടച്ച് ചെയ്യാം. പിർലോ, അർണോൾഡ് അർണോൾഡ് ചൂണ ചൂണ ലാഗാണല്ലോ ദൈവമേ. പെന്നമാരോ സി ഫോർലാൻ. എടാ 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 എടാ, പിടിച്ചിട്രാ. ആ പെട്ടല്ലോ പെട്ടല്ലോ പെട്ടല്ലോ. നോക്കാം. ചൂണ, പിർലോ, പെലി. പുല്ലി ലാഗ് അങ്ങ് മാറിയിരുന്നു. ഇതെന്താ ഇത്ര ലാഗ് വരുന്നത്? നെറ്റിൻ്റെ ഇഷ്യൂ. ഓ ഗ്രിമാൾഡോ എന്താടാ, കുഴപ്പമില്ല. ഞാൻ വീണ്ടും അടുത്ത കോർണർ പോലും അടുത്ത പാസ് കൊടുക്കാനല്ല. ആരെങ്കിലും തല വെക്കണേ. ഓ എടാ എടാ, അതെന്തരടാ അത്? അയ്യേ, പെട്രി, പിർലോ കൊണ്ട് കയറ്, ചൂണ കൊണ്ട് കയറ്. എടാ ഡേവിസ് പുല്ല്. എടാ ഡേവിസ് അടിയാ, എന്തരടി? അയ്യോ അയ്യോ അയ്യോ. 3 ഗോള്. കളി കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പഴഞ്ചൻ കളിയൊക്കെ വെച്ചോണ്ടിരുന്ന ഒരു കാര്യമില്ല. എന്ത് ചെയ്യാനല്ലേ? കുഴപ്പമില്ല, നമ്മള് കളി പിടിക്കും. കളി പിടിക്കും. കം കം. പുല്ലാൻ്റെ ഇടയ്ക്ക് പിഴച്ച ലാഗും കൂടെ വരുമ്പോഴാണ് ദേഷ്യം കയറിയത്. കണ്ടാ കണ്ടാ കിടന്ന് വെട്ടുന്ന കണ്ടാ. ആ കിട്ടിയില്ലടാ. പെഡ്രി പെഡ്രി നെയ്മർ. ആ ഡേവിസ് അങ്ങോട്ട് വിടുന്നില്ലല്ലോ ഒരു വിധത്തിൽ. എനിക്ക് മാത്രം ലാഗ് ഉള്ളത്, അവൻ ലാഗ്. എന്തരടാ ഇത്? ഇതിലും നല്ല എടാ, എന്തരടാ ഇത് ഇത്ര ലാഗാ? നെയ്മർ, പിർലോ. എടാ കേറ് 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 കേറ്. ഓക്കെ 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 ഓക്കെ. എടാ ഈ ലാഗാണ് മെയിൻ പ്രശ്നം. ഈ ലാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ലാഗില്ല പിന്നെയും കളിക്കാം. ഇത് കിടന്ന് എന്തിൻ്റെ കുഴപ്പമാണോ സത്യം പറഞ്ഞാൽ. നെറ്റിന്റെ ഇഷ്യൂ വലുതായിട്ട് ഇല്ല സത്യം പറഞ്ഞു. ഇനി 4G ആണ് കിട്ടുന്നത്, അതിന്റെ ആണോന്നും എനിക്കറിയാൻ വയ്യ. പക്ഷെ 4G എനിക്ക് നല്ല സ്പീഡിലാണ് കിട്ടുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെങ്കിലും എല്ലാം പക്കയായിട്ടാണ് കിട്ടുന്നത്. എന്തിനാണോ എന്തോ. പിന്നെ നോക്കട്ടെ എന്തിനായാലും. എനിക്കില്ല, റുമ്മിയുടെ റിവ്യൂ ചെയ്യണമെന്നുണ്ട്. പുതിയതായിട്ട് വന്ന റുമ്മിയുടെ റിവ്യൂ. പക്ഷേ കാർഡില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ. കാർഡ് കഷ്ടകാലത്തിന് കാർഡ് ഇല്ല. ലാഗടിക്കല്ലേ ലാഗടിക്കല്ലേ. അടിച്ച് പോയി.
എടാ പെട്രിഗി എന്തൊരു കഷ്ടമാണ് അതുപോലെ. മെസ്സി ഇതാണ് അതോ ഭാഗ്യം അടുത്ത ബോൾ വരാത്ത. ആ ചാടുന്ന ചാട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വാനിസ്റ്റൽ റൂയി ഫ്രീ ആയിട്ട് കിട്ടിയ കാർഡായിരുന്നല്ലേ. എന്റെ ഇല്ല പക്ഷെ ആ കാർഡ്. വാനിസ്റ്റൽ റൂയുടെ പുതിയ ഇപ്പൊ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡ് എങ്ങാണ്ട് വന്നായിരുന്നല്ലോ. അതുള്ളവർ എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ. അത് ഞാൻ എടുക്കാൻ നോക്കിയിട്ട് പിന്നെ എടുത്തതും ഇല്ല. പൈസക്ക് എങ്ങാണ്ട് വന്നതല്ലേ അത്. പൈസ കൊടുത്ത് എടുക്കുന്ന ഇതാണ്ട് ഞാൻ പിന്നെ എടുത്തതും ഇല്ല. അടിപൊളി. അതും ബോക്സിന്റെ പുറത്ത് തന്നെ. പക്ഷെ ഒരു പെനാൽറ്റി എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അടിച്ചിടായിരുന്നു. എങ്ങനെയാണ് പരിപാടി? പുതിയ ഒരു വർക്കാനല്ലേ അവസാനമായിട്ട് ഫ്രീ ആയിട്ട് എടുത്ത. ഈ ചൂണ 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 ഒരു ഈയൊരു സെറ്റ് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞപ്പോഴേ ചെറിയൊരു ലാഗ് അടിച്ചു. റേസി ഓർലാൻ എടാ എന്റെ മോനെ സീൻ ഗോളല്ലേ ഇത്. നല്ല കളിക്കാരൻ കേട്ടോ ഓപ്പോസിറ്റ് കളിക്കുന്ന പിർലോ. നടക്കുവോ? എന്തെങ്കിലും നടക്കൂടെ? പക്ഷെ എന്റെ മോനെ അവ എന്നെ പഞ്ഞിക്കിടുവാണല്ലോ. അവൻ ഗോളെങ്കിലും അടിക്കടാ. എടാ എന്തരടാ അതൊക്കെ. ചെറുക്കനെ കൊന്നവൻ. എന്നിട്ട് അതൊന്നും വിസിലടിക്കുക പോലും ചെയ്തില്ല. ഒന്ന് വിസിലടിക്കുക അതുപോലും ചെയ്തില്ല. ഓ അടുത്തതാണോ? ആ ചെറുക്കനെ അടിച്ചകള പിർലോ. എന്തായാലും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ചൂണ പെലെ ബോൾ എടുക്കടാ. റോഡ്രി ചൂണ ഓർലാൻ. പക്ഷേ മെസ്സി ചേടാ എന്തരടാ അത്. പുല്ല് എന്തൊരവസ്ഥയടാ അത്. 4-1 5-1. അടിപൊളി അടിപൊളി. വല്ലാത്തൊരു തോൽവിയായി അല്ലേ.
ഡിവിഷൻ മാച്ച് ഈ ഡിവിഷൻ മാച്ച് കളിക്കുമ്പോൾ എന്താ ഇത്ര ലാഗ് വരുന്നത്? അതിനകത്തൊന്നും ഇത്ര ലാഗ് ഇല്ലല്ലോ. കൊല്ലടാ എന്നെ കൊല്ല്. പെഡ്രി പെഡ്രി പുല്ല് ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. അമ്മാതിരി ലാഗ്. ഇവന്മാരാണെങ്കിൽ ഈ മറ്റവൻ എന്തൊരു ഓപ്പോസിറ്റ് കളിക്കുന്നതിന് ലാഗേ ഇല്ലേ. ഫോർലാൻ അത്യം പറഞ്ഞ ഇച്ചിരി പൊക്കി അടിക്കാനായിട്ടുള്ളൊരു ഇത്. കാരണം പുള്ളിക്കാരൻ സാറിന് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഈ സത്യം ഈ ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്നതിന്റെ കാര്യം ഇതാ. ഇത്രയും ലാഗ് വരത്തില്ല. ഈ ഓൺലൈൻ മാച്ച് കളിക്കുമ്പോഴാണ് ഇത്രയും ലാഗ് വരുന്നത്. നമുക്ക് എന്തായാലും മറ്റുള്ള പരിപാടി മറ്റേ പാക്ക് കുറക്കാം. അതിൽ നിന്ന് ഹൈലൈറ്റ് പ്ലെയറിനെ കിട്ടും. ഹൈലൈറ്റ് ഇല്ലല്ല, ഷോർട്ട് ടൈം പ്ലെയറിനെ കിട്ടുമെന്ന് നോക്കാം. അതായത് ഈ ബ്ലൂ പാക്ക് കുറക്കാം. ബ്ലൂ പാക്ക് അപ്പം ചേട്ടാ കിട്ടണേ. 10 കോയിൻ 20 കോയിൻ. നല്ല കാര്യം. ഒന്നും കൂടി തുറക്കാം. അയ്യേ, ഇത് കണ്ട ഇത്രയും ലക്കുള്ള വേറെ ആരെങ്കിലും കാണോ? ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇതല്ലേ, ഞാൻ ഇതിൽ നിന്നൊരു പ്ലെയറിനെ സൈൻ ചെയ്യാതിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ നോമിനേറ്റിംഗ് പുതിയൊരു പ്ലെയർ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവന് ഒനാച്ചു പൗൾ ഒനാച്ചു 201 ഹൈറ്റ്, 201. ഇവനെ എണ്ണം സൈൻ ചെയ്തേ പറ്റത്തുള്ളൂ. 5 സ്റ്റാർ സൈൻ ചെയ്തിട്ട് കളിപ്പിച്ച് നോക്കണം. ക്രോസ് ഇട്ട് കളിപ്പിച്ച് നോക്കണം. ചെറുക്കൻ എങ്ങനെ ഉണ്ടെന്ന് കളിപ്പിച്ച്. ചുമ്മാ നമുക്ക് ഇതിലെങ്കിലും ഇട്ടേക്കാം. ഈ മാനേജറിനെ സൈൻ ചെയ്യണം കേട്ടോ. കിട്ടില്ല മാനേജർ, എനിക്ക് ഇഷ്ടപ്പെട്ടത് എവനെങ്കിലും. പെക്കൻപൂറിന് 89 ലോങ് ബോൾ കൗണ്ടറും, ലോങ് ബോളിന്റെ സാധാ ലോങ് ബോൾ 89. മസ്റ്റായിട്ട് ഞാൻ സൈൻ ചെയ്യും, ഉറപ്പായിട്ട്. ഞാൻ ഇനി തൊട്ട് 35 കോയിനില്ല. ഇനി ആരെയും പാക്കൊന്നും ചുമ്മാ കറക്കുന്നില്ല. സാറിനെ കിട്ടുമ്പോൾ കറക്കളായിരുന്നു. ഇനി സേവ് ചെയ്തിട്ട് മാനേജറിന് എന്തായാലും പേടിക്കണം. എന്തായാലും ഇനി നാളെ എന്തായാലും റാങ്ക് പുഷിന്റെ വീഡിയോ, റാങ്ക് പുഷ് എന്ന ഡിവിഷൻ മാച്ചിന്റെ ഇതെല്ലാം ഇനി എന്തായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ മാച്ച് എന്തായാലും ഒരു മാച്ച് ജയിച്ചു, ഒരു മാച്ച് പോയി. എന്തായാലും നമ്മൾ തളരത്തില്ല. നമ്മൾ ഇനി ഡിവിഷൻ എന്തായാലും എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ തന്നെ ഡിവിഷൻ എന്തായാലും മാക്സിമം പുഷ് ചെയ്യാൻ ഞാൻ നോക്കും. ഇന്നത്തെ വീഡിയോ എന്തായാലും അത്രയൊക്കെ ഉള്ളൂ. നമുക്കിനിയും വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.